ഹായ് നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ്മികാന്ത് എൽസൺ വ്ളോഗ്സ് കൊച്ചി വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. കുറച്ച് തിരക്കമായി. വേറൊന്നുമല്ല, ഓണത്തിൻ്റെ പർച്ചേസിങ്ങുകളും പിന്നെ അവിടെ പിന്നെ കറങ്ങാനൊന്നും പോയില്ലായിരുന്നു, ഇവിടെയൊക്കെ തന്നെയായിരുന്നു ഫുള്ള്. അപ്പോൾ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നൊരു സംഭവമാണ് പോലീസുകാരുടെ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞിട്ട്. കാര്യം എനിക്ക് ഒരുപാട് പോലീസുകാരറിയാം. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് പോലീസുകാർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ചങ്കുകളാണ്. അതിൽ ഞാൻ പറഞ്ഞെങ്കിൽ കേരളത്തിൽ ഒരു 100% പോലീസ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 10% പോലീസുകാരെ ഉടായ്പ പോലീസുകാർ ഉണ്ടാവുള്ളൂ. അതായത് ഷോ കാണിക്കാൻ, തല്ല് ഒറ്റ ആളെന്ന് കാണിക്കാനൊക്കെ ഉള്ള പോലീസുകാർ. അതായത് ഒരു പോലീസുകാരെന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ട മെയിനായിട്ട് ബുദ്ധിയാണ്, ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവാണ്, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വിട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പോലീസുകാരെതിരെ കുറ്റം പറയുമ്പോൾ ഓരോ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഓരോ സോഷ്യൽ മീഡിയസിൽ കൂടെ വരുമ്പോൾ ഇവർക്ക് ചീത്തപ്പേരാവുകയാണ് പോലീസുകാർക്ക്. അപ്പോൾ നല്ല പോലീസുകാർ വരെ കുറ്റക്കാരാവുന്നു, മോശക്കാരാവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ഇടപെടുക അല്ലെങ്കിൽ അതിൻ്റെ മേൽത്തട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈ പോലീസുകാരെ കുറച്ച് ഭയപ്പെടുത്തേണ്ട സാഹചര്യം, അതായത് പോലീസുകാർ ഒന്നിനും പോകാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ക്രിമിനലുകൾ, കള്ളന്മാർ, ഇത്തരം ആളുകൾ പെറ്റുവരും. പിന്നെ മനസ്സിലായോ? നമ്മളൊക്കെ മനസ്സമാത്രത്തോടെ രാത്രി കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളെ അമ്മയോ വൈഫോ ആരെങ്കിലുമൊക്കെ മനസ്സമാത്രത്തോട് പുറത്ത് പോകുന്നത് ഇവരെ പേടിയുള്ളതുകൊണ്ടാണ്, ഈ കള്ളന്മാർക്കും ഈ ആൾക്കാർക്കും. പക്ഷേ ഇവർ നമ്മൾ കൂടുതൽ ഉപദ്രവിക്കാൻ, അതായത് പോലീസുകാരെ നമ്മൾ അമിതമായിട്ട് അവരെ നമ്മൾ ടോർച്ചർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ കിടന്നുറങ്ങാനോ നമുക്ക് പുറത്തിറങ്ങി നടക്കാനോ സാധിക്കില്ല. ഒരു ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ എന്നുള്ളത് നമുക്ക് എല്ലാ സംഘടനകൾ, പോലീസുകാർ വെച്ച് ബാക്കി എല്ലാവരും ചെയ്യാറുണ്ട്, ഡോക്ടർമാർ ചെയ്യാറുണ്ട്, കടക്കാർ ചെയ്യാറുണ്ട്, യൂണിയൻകാർ ചെയ്യാറുണ്ട്, ബസ്സുകാർ ചെയ്യാറുണ്ട്. പക്ഷേ പോലീസുകാർ ഇതൊരു സമരം ചെയ്തിട്ടുണ്ടോ? അവർ സമരം ചെയ്താൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു പടത്തിൽ, ദിലീപിൻ്റെ പടത്തിൽ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട് ആ കഥ. അവർ സമരം ചെയ്താൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ മനസ്സമാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ആത്മാർത്ഥമായിട്ട് IT അടക്കം ക്ലിയർ ചെയ്ത് പോകുന്ന പോലീസുകാരുള്ള സ്ഥലം. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ബാംഗ്ലൂർ ലൂട്ടിങ്ങിൻ്റെ ഏരിയയാണ്, കംപ്ലീറ്റ് കള്ളന്മാരാണ്. ഗൂഗിൾ പേ ഒക്കെ പണം തട്ടി അത് പോയി, ഇങ്ങനെ പോയി, അങ്ങനെ ഒരുപാട് കള്ളത്തരം നടക്കുന്ന സ്ഥലമാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒരുപാട് സ്ഥലത്ത് ചോർ ബസാർ എന്നൊരു സ്ഥലം വരെയുണ്ട്. ചോർ ബസാർ, കള്ളന്മാരുടെ മാർക്കറ്റ്, കട്ടുകൊണ്ട് വരുന്ന സാധനങ്ങൾ അവിടെ ഓപ്പണായിട്ട് വിൽക്കുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്ലീസ് റെസ്പെക്ട് ടു ദ പോലീസ്. തെറ്റ് ചെയ്ത ഏത് പോലീസുകാരനായാലും അവന് പണി കിട്ടണം, പണി കൊടുത്തേ പറ്റൂ. പിന്നെ ഒരു പോലീസുകാരൻ വെറുതെ ആരെങ്കിലും തല്ലത്തൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാവും, ഈ മാനസിക രോഗിയായ ആളൊക്കെ ഉണ്ടാവാതിരിക്കാം. പക്ഷേ ഒരു പോലീസുകാരൻ ഒന്നും കാണാതെ ഒരാളെ ഉപദ്രവിക്കാനോ തല്ലാനോ ഒന്നിനും പോകത്തില്ല. അപ്പോൾ ആ പോലീസുകാർ ചെയ്തിരിക്കുന്ന തെറ്റ് എന്താണെന്ന് കൂടി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ പിടിച്ചുകൊണ്ടുവന്ന പ്രതി അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരു സംഭവം തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തായിരിക്കാം. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചൊന്നും നീട്ടുന്നില്ല. ഞാൻ ഒരു കാരണവശാലും പോലീസുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല. കാര്യം എനിക്കറിയുന്ന പോലീസുകാർ എൻ്റെ ചങ്കുകളാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന, അതായത് നേരെ പോ, പിണങ്ങുന്നിടത്ത് പിണങ്ങുന്ന പോലീസുകാരാണ്, പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്ത് മനസ്സിലാക്കി തന്ന പോലീസുകാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, കൂടുതൽ കത്തിയും വെക്കുന്നില്ല. വേറൊരു വീഡിയോ ആയിട്ട് വരാം, കാണാം. ഓക്കെ, ബൈ.